മൻമോഹൻ സിംഗ് അന്തരിച്ചു കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് കാണിക്കാത്ത പൊല്ലാപ്പുകൾ ഒന്നും തന്നെ ഇല്ല. കേന്ദ്രം സ്ഥലം കൊടുത്തില്ല, കൊടുത്ത സ്ഥലം പോരാ, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ആ മരണത്തിൽ പോലും രാഷ്ട്രീയ കളിയായി ഉപയോഗിക്കുകയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ. ഇപ്പോൾ രാജ്യം മുഴുവനായി ദുഃഖാചരണം നടത്തുകയാണ് മുൻ പ്രധാനമന്ത്രിക്കായി. അപ്പോഴാണ് അടുത്ത സംഭവം. രാജ്യം മുഴുവനായി മൻമോഹൻ സിംഗിന് വേണ്ടി ദുഃഖം ആചരിക്കുമ്പോഴാണ് എന്തിന് ഈ കേരളത്തിൽ പോലും പല പരിപാടികളും മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കോളേജ് കുമാരൻ ട്രിപ്പ് പോയിരിക്കുകയാണ് വിയറ്റ്നാമിലേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ. എന്തൊരു ഗതികേടാണിത്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ഇത് എന്ന് ഓർക്കണം. ഇത് ചോദ്യം ചെയ്യുമ്പോൾ BJPക്ക് എന്ത് കാര്യം എന്ന് ചോദ്യം ചെയ്യാൻ എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായമാണ് കോൺഗ്രസിന് പറയാനുള്ളത്. ജീവിച്ചിരുന്നപ്പോഴോ അദ്ദേഹത്തെ ബഹുമാനിച്ചില്ല, അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നൽകിയില്ല. മരിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ എങ്ങനെയൊക്കെ അവഹേളിക്കാൻ പറ്റും എന്നതാണ് ഇപ്പോൾ അമ്മയുടെയും മകന്റെയും പാർട്ടിയുടെയും ഒക്കെ മുഴുവൻ ചിന്ത. മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകില്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ ആദ്യ പരാതി. സ്മാരകത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഇത് സംബന്ധിച്ച ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ കാര്യം തന്നെയായിരുന്നു. എന്നിട്ടും വെറുതെ മാധ്യമ ശ്രദ്ധ കിട്ടാനും BJPയെ പൊതുസമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കാനുമായിരുന്നുള്ള ഷോ മാത്രമായിരുന്നു അത്. നെഹ്റു കുടുംബത്തിന് വിരോധമുള്ള അംബേദ്കറെ പോലും 4 വോട്ടിനായി മാറ്റി പറയുന്നത് നമ്മൾ കണ്ട കാര്യമാണ്. അംബേദ്കർ വലിയവനാണ്, മഹാനാണ് എന്നൊക്കെ ഇപ്പോഴാണ് കോൺഗ്രസിന് ബോധ്യം വന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആവുന്നത്ര അംബേദ്കറെ ദ്രോഹിച്ചിട്ടുള്ള ഇവർ ഇപ്പോൾ BJPക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോൾ അംബേദ്കർ പ്രേമം വന്നിരിക്കുകയാണ്. നമ്മൾ ഈ അടുത്ത കാലത്താണ് ഇതൊക്കെ കാണുന്നത്. എന്തിന് മൻമോഹൻ സിംഗിന്റെ അസ്ഥി ഗംഗയിൽ ഒഴുക്കാൻ പോയപ്പോൾ പോലും നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള ഒരു വ്യക്തി പോലും ആ ഏരിയയിൽ പോലും ഉണ്ടായിരുന്നില്ല. BJP നേതാവ് അമിത് മാളവ്യ ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ മരണം രാഹുലിന്റെ ഔചിത്യ രാഷ്ട്രീയത്തിനായി മുതലെടുക്കുകയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യം ദുഃഖിക്കുമ്പോൾ പുതുവർഷം ആഘോഷിക്കാൻ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പറന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഡോക്ടർ സിംഗിന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയും മുതലെടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തോടുള്ള അവഹേളനം ഒഴിവാക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഇന്ദിരാഗാന്ധി ദർബാർ സാഹിബിനെ അവഹേളിച്ചു എന്നതും ഒരിക്കലും മറക്കരുത് എന്ന് മാളവ്യ ട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. അടിക്കടിക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ട്രിപ്പ് പോകുന്നതിലോ തന്നെ ആർക്കും ഒരു എതിർപ്പും ഇല്ല. അടിക്കടി ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ട്രിപ്പ് പോകുന്നതിനോട് തന്നെ ആർക്കും ഒരു എതിർപ്പുമില്ല. പക്ഷെ എന്തിനാണ് അദ്ദേഹം പ്രതിപക്ഷ കസേരയിൽ കയറിയിരിക്കുന്നത്? സഭയിൽ വന്നിരുന്ന് കുഞ്ഞു കുട്ടികളെ പോലെ ബഹളം വയ്ക്കുന്നത്, മരിച്ച വ്യക്തികളെ വോട്ടിനായി മുതലെടുക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ലേ? കോൺഗ്രസ് നേതാവ് നരസിംഹ റാവുവിനെ ആദരിക്കാൻ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നറിയാൻ 20 വർഷം പിന്നിലേക്ക് നോക്കണം എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, നരസിംഹ റാവുവിന്റെ സഹോദരൻ തന്നെയാണ്. അന്ത്യകർമ്മങ്ങളിൽ സോണിയാഗാന്ധി പോലും പങ്കെടുത്തില്ല. ഇതൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രതിമ നിർമ്മിക്കുകയോ ഭാരതരത്ന നൽകുകയോ പോലും ചെയ്തിട്ടില്ല. ഇതൊക്കെ ചരിത്രമാണ്.